ഹലോ, ഞാൻ അഫ്സാന. നമുക്കിന്ന് ബയോളജിയിൽ ബോഡി ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലെ കാർഡിയാക് സൈക്കിൾ എന്നുള്ള ഒരു പോർഷൻ നോക്കാം. ആദ്യം ലങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമനറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയലിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് അയോട്ട വഴി നമ്മുടെ ബോഡി പാർട്സിലേക്കും ചെല്ലുന്നു. അവിടുന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ടിഷ്യൂസ് യൂസ് ചെയ്തതിന് ശേഷം ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വീനക്കാവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്കും അത് കഴിഞ്ഞ് റൈറ്റ് വെൻട്രിക്കിളിലേക്കും പിന്നെ പൾമനറി ആർട്ടറി വഴി പിന്നെയും ഈ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ലങ്സിലേക്കും എത്തുന്നുണ്ട്. നമുക്ക് കാർഡിയാക് സൈക്കിൾ നോക്കാം അല്ലേ. പൾമനറി വെയിൽ നിന്നും ലെഫ്റ്റ് ഏട്രിയത്തിലേക്കും വീനക്കാവിൽ നിന്നും റൈറ്റ് ഏട്രിയത്തിലേക്കും ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് ഫ്രീ ആയിട്ട് തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും റൈറ്റ് വെൻട്രിക്കിളിലേക്കും റെസ്പെക്റ്റീവ്ലി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. അങ്ങനെ റൈറ്റ് ഏട്രിയത്തിലെ SA എന്ന് പറയുന്ന നോഡ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി ഇപ്പോൾ ഫ്ലോ ചെയ്ത ബ്ലഡിൻ്റെ 30% അഡീഷണൽ ആയിട്ട് ലെഫ്റ്റ് ഏട്രിയയിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും റൈറ്റ് ഏട്രിയയിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്കും പാസ് ഔട്ട് ആവുന്നു. ഇതിനെ നമുക്ക് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയാം. ഇപ്പോൾ SAN ജനറേറ്റ് ചെയ്ത ആക്ഷൻ പൊട്ടൻഷ്യൽ AVNലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള ബൈക്കസ്പിഡ് വാൽവും റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള ട്രൈക്കസ്പിഡ് വാൽവും ക്ലോസ് ആവുന്നു. അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിലും റൈറ്റ് വെൻട്രിക്കിളിലും പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെമിലൂണാർ വാൽവ്സ്, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ടയിലേക്കുള്ള സെമിലൂണാർ വാൽവും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമനറി ആർട്ടറിയിലേക്കുള്ള സെമിലൂണാർ വാൽവും ഓപ്പൺ ആവുന്നു. ഇതിനെ നമുക്ക് വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയാം. ഇതേ സമയം തന്നെ ഏട്രിയയിലേക്ക് പൾമനറി വെയിനിൽ നിന്നും വീനക്കാവയിൽ നിന്നും പിന്നെയും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. പിന്നെയും അവിടെ ഏട്രിയൽ ഡയസ്റ്റോൾ ആണ് സംഭവിക്കുന്നത്. ഇത് രണ്ടും ഒരേ സമയം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെയും റൈറ്റ് വെൻട്രിക്കിളിലെയും പ്രഷർ പയ്യെ പയ്യെ കുറയാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ സെമിലൂണാർ വാൽവ്സ് അടയും. കാരണം അയോട്ടയിലേക്കും പൾമനറി ആർട്ടറിയിലേക്കും പോയ ബ്ലഡ് തിരിച്ചു കയറാൻ പാടില്ല. പിന്നെയും പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബൈക്കസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ് അതുപോലെ തന്നെ നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവും ഓപ്പൺ ആവുന്നു. അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും റൈറ്റ് ഏട്രിയൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്കും നമ്മൾ ആദ്യം പറഞ്ഞ ജോയിന്റ് ഡയസ്റ്റോള് പിന്നെയും നടക്കുന്നു. നമ്മൾ ഇത്രയും പറഞ്ഞ ഒരു പ്രോസസ്സ് മൊത്തം വെറും ഒരു 0.8 സെക്കൻഡ് കൊണ്ട് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ 0.8 സെക്കൻഡ് കൊണ്ട് 70 ml ഓഫ് ബ്ലഡ് ആണ് ഓരോ വെൻട്രിക്കിളിൽ നിന്നും പാസ് ഔട്ട് ആവുന്നത്. അതിനെ നമുക്ക് സ്ട്രോക്ക് വോളിയം എന്ന് പറയാം. നമ്മുടെയൊക്കെ ഹാർട്ട് ഒരു മിനിറ്റിൽ 70 to 75 ടൈംസ് ആണ് ബീറ്റ് ചെയ്യുന്നത്, ആവറേജ് 72. അപ്പം നമ്മൾ ഈ പറഞ്ഞ 70 ml ഓഫ് ബ്ലഡ് അതേ ഇൻറ്റു 72 എടുത്താൽ ഒരു മിനിറ്റിന്റെ കണക്കാവും അല്ലേ. അതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. അതായത് ഒരു 5000 ml 5 ലിറ്റർ ഓഫ് ബ്ലഡ് വരും ഓരോ വെൻട്രിക്കിളിൽ നിന്നും ഓരോ മിനിറ്റിലും പാസ് ഔട്ട് ആവുന്ന ബ്ലഡ്. നമ്മളെല്ലാം സ്റ്റെതസ്കോപ്പ് വഴി 2 സൗണ്ട് അല്ലേ കേൾക്കണം, ലബ്ഡം. അതെന്താ? ബൈക്കസ്പിഡ് വാൽവും ട്രൈക്കസ്പിഡ് വാൽവും ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള ശബ്ദമാണ് ആദ്യത്തെ ലബ് എന്ന് പറയുന്നതും അതുപോലെ സെമിലൂണാർ വാൽവ്സ് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള ശബ്ദമാണ് ഡബ് എന്ന് പറയുന്നതും. ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാം എളുപ്പം തന്നെയാണ്. ഇതാണ് നിങ്ങളുടെ അടുത്ത ക്യാപ്സ്യൂൾ. താങ്ക് യു.